നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും എക്സൈസ് മന്ത്രി എം.ബി. രാജേഷും തമ്മിലുള്ള പൊരിഞ്ഞ അടിയിൽ മനം മടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ പരാതിയുടെ കെട്ടുകൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ അഴിക്കുകയായിരുന്നു എം.ബി. രാജേഷ്. പൊതുമരാമത്ത് വകുപ്പിന് യാതൊരു പങ്കാളിത്തവുമില്ലാത്ത സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനത്തിൽ മുഹമ്മദ് റിയാസ് അമിത താല്പര്യം കാണിക്കുന്നുവെന്നും ഇതെല്ലാം തൻ്റെ വകുപ്പുകൾ ചെയ്തതാണെന്നുള്ള പ്രതീതി ഉളവാക്കാൻ ശ്രമിക്കുന്നുവെന്നും 80 കോടി രൂപ മുടക്കിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പിനെ ഒഴിവാക്കിക്കൊണ്ട് 10 പൈസ പോലും മുടക്കാത്ത PWD മന്ത്രി ഇക്കാര്യത്തിൽ റോള് കളിക്കുന്നുവെന്നൊക്കെയാണ് മുഖ്യമന്ത്രിയോട് എം.ബി. രാജേഷ് പറഞ്ഞ പരാതി. സ്മാർട്ട് റോഡുകൾ പണിതത് തദ്ദേശ സ്വയംഭരണ വകുപ്പും സർക്കാരും കൂടിയാണ്. 80 കോടി രൂപ തദ്ദേശ സ്വയംഭരണ വകുപ്പും 80 കോടി രൂപ സംസ്ഥാന സർക്കാരും നൽകിയാണ് സ്മാർട്ട് റോഡുകൾ പണിതത്. എന്നാൽ ഈ റോഡുകൾ പണിതതിൽ യാതൊരു പങ്കാളിത്തവും ഇല്ലാത്ത പൊതുമരാമത്ത് വകുപ്പും അതിൻ്റെ മന്ത്രി മുഹമ്മദ് റിയാസും ഇതിൻ്റെ ഉദ്ഘാടനത്തിൽ കയറി ഇടപെട്ട് ഇതെല്ലാം PWD ചെയ്തതാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നുവെന്നും മാത്രമല്ല തന്നെ ഇതിൽ നിന്നും മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുവെന്നുള്ള പരാതിയാണ് എം.ബി. രാജേഷ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ചത്. ഇത് കേട്ട് മനം മടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സ്മാർട്ട് റോഡുകൾ ഉദ്ഘാടനത്തിന് താൻ ഇല്ലെന്നും നിങ്ങൾ വേണമെങ്കിൽ നടത്തിക്കൊള്ളാമെന്നും പറഞ്ഞ് തലയൂരുകയായിരുന്നു. മെയ് 16-ാം തീയതി നടക്കേണ്ടിയിരുന്ന സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തില്ല. മുഖ്യമന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യമുള്ളത് കൊണ്ടാണ് പങ്കെടുക്കാത്തതെന്നാണ് ഓഫീസ് അറിയിച്ചതെങ്കിലും മുഹമ്മദ് റിയാസും രാജേഷും തമ്മിലുള്ള അടിയിൽ മനം നൊന്താണ് മുഖ്യമന്ത്രി സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാതിരുന്നതെന്നാണ് ഇപ്പോൾ അറിയുന്നത്. മുഹമ്മദ് റിയാസ് മറ്റു മന്ത്രിമാരുടെ വകുപ്പിൽ കയറി അനാവശ്യമായി ഇടപെടുന്നു എന്നുള്ള പരാതി നിരവധി തവണ ഉയർന്നിട്ടുണ്ട്. മുഹമ്മദ് റിയാസിന്റെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെയും ഇടപെടലുകൾക്കെതിരെ പിണറായിയുടെ തന്നെ 3 വത്സല ശിഷ്യന്മാർ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ, വ്യവസായ മന്ത്രി P. രാജീവ്, തദ്ദേശ മന്ത്രി എം.ബി. രാജേഷ് എന്നിവർ ശക്തിയായ കലാപക്കൊടിയാണ് ക്യാബിനറ്റിൽ ഉയർത്തിയത്. ഒരു കാരണവശാലും മുഹമ്മദ് റിയാസിന്റെ ഇടപെടലുകൾക്ക് തങ്ങൾ വഴങ്ങിക്കൊടുക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് ഇവർ MA ബേബിയെയും ഗോവിന്ദൻ മാഷിനെയും അതിനുശേഷം മുഖ്യമന്ത്രിയുമൊക്കെ അറിയിച്ചിരുന്നു. അതിനുശേഷവും പിന്നെയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെന്നാണ് ഈ മന്ത്രിമാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനത്തിൽ മുഹമ്മദ് റിയാസിന് ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ലെങ്കിലും അദ്ദേഹം നേരിട്ടിറങ്ങി റോൾ എടുത്ത് ഇതെല്ലാം തൻ്റെ വകുപ്പ് ചെയ്തതാണെന്നുള്ള പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് എം.ബി. രാജേഷ് മുഖ്യമന്ത്രിയോട് പറഞ്ഞത്. ഇത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ തനിക്കാകില്ലെന്നും എം.ബി. രാജേഷ് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. ഇതോടുകൂടിയാണ് മുഖ്യമന്ത്രി മെയ് 16 നടന്ന ഉദ്ഘാടനത്തിൽ നിന്നും പിന്മാറിയത്. എന്നാൽ മുഖ്യമന്ത്രിക്ക് സുഖമില്ലാത്തത് കൊണ്ടെന്നാണെന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് പത്രക്കുറിപ്പിലൂടെ നമ്മളെയൊക്കെ അറിയിച്ചത്. പക്ഷെ ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം മുഹമ്മദ് റിയാസും എം.ബി. രാജേഷും തമ്മിലുള്ള പൊരിഞ്ഞ അടിയാണ്. ഈ 2 മന്ത്രിമാരും മുട്ടൻ കലിപ്പിലാണെന്നാണ് CPM നിന്ന് ലഭിക്കുന്ന വിവരം. പിണറായിക്കെതിരെ ഇതാദ്യമായാണ്, കഴിഞ്ഞ 9 വർഷത്തെ ഭരണചരിത്രത്തിൽ ഇതാദ്യമായാണ് പിണറായിക്കെതിരെ ക്യാബിനറ്റിൽ ഒരു കലാപക്കൊടി ഉയരുന്നത്. എന്തിന്? പിണറായി സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം പിണറായി വിജയന്റെ നേതൃത്വത്തിനെതിരെ ആദ്യമായി CPM-ൽ ഒരു പ്രതിഷേധം തന്നെ ശക്തിയായി ഉയർന്നത് ഈ 3 മന്ത്രിമാരുടെയും P. രാജീവ്, KN ബാലഗോപാൽ, M.B. രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ്. അതിന് പ്രധാന കാരണം മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിയുടെ കുടുംബവുമാണെന്നാണ് CPM നേതാക്കൾ തന്നെ പറയുന്നത്. ഏതായാലും റിയാസിന്റെ ഇടപെടലുകൾ ഇനി തങ്ങളുടെ വകുപ്പിൽ അനുവദിച്ചു തരുന്ന പ്രശ്നമില്ലെന്ന് രാജേഷും രാജീവും ബാലഗോപാലും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനത്തിൽ നിന്നും മുഖ്യമന്ത്രി പിൻവാങ്ങിയത് ഈ രാജേഷും റിയാസും തമ്മിൽ പോര് മൂത്തപ്പോഴാണെന്ന് വ്യക്തമായി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും CPM-ലെ ഉന്നത നേതാക്കൾ ഇടപെട്ട് ഇതെല്ലാം പരിഹരിക്കാനുള്ള ശ്രമം നടന്നു വരികയാണെന്നാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം.